ഇപ്പൊ നോർമലായ മരണം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം വെച്ചിട്ടുണ്ട്. അതെല്ലാ മനുഷ്യനും ഉള്ളതാ, ആണോ അല്ലയോ? പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറാതെ ഒരു മരണവും നമ്മുടെ അടുത്ത് വരത്തില്ല. പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറാതെ, ദൈവം നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിങ്ങളുടെ കൺമുൻപിൽ കാണാതെ, ദൈവം നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിങ്ങളുടെ കരത്തിൽ എടുക്കാതെ മരണം നിങ്ങളെ തൊടത്തില്ല. പക്ഷെ ഒരു മരണം മനുഷ്യന് വെച്ചിട്ടുണ്ട്. ആ മരണം ഒന്നാമത്തെ മരണമാണ്. രണ്ടാമത്തെ മരണം തീപ്പൊയ്കയാണ്, നരകം. യേശു ധനവാന്റെയും ലാസറിന്റെയും ഉപമ ലൂക്കോസ് സുവിശേഷത്തിൽ 19 പറയുന്നു. ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ദൈവത്തെ അറിയാതെ അവൻ ജീവിച്ചു. അവന്റെ പണത്തിലും വരുമാനത്തിലും ആശ്രയിച്ചവൻ ജീവിച്ചു. പ്രാർത്ഥിക്കാൻ സമയമില്ല, ആരാധിക്കാൻ സമയമില്ല, പള്ളിയിൽ പോകാൻ സമയമില്ല. ദൈവത്തെ ഇഷ്ടപ്പെടാതെ അടിച്ച് പിടിച്ച് മദ്യപിച്ച് മതോന്മത്തനായി നടന്നു അവൻ. പക്ഷേ അവന്റെ കാരുണ്യത്തിൽ ജീവിച്ചിരുന്ന ഒരുവനുണ്ട്, ലാസർ. അവൻ പടിവാതിക്ക് കിടക്കുകയായിരുന്നു. പക്ഷെ അവൻ എപ്പോഴും ഈ ചെറിയൊരു അപ്പം കിട്ടുമ്പോഴും, ദൈവമേ ഈ അപ്പം എനിക്ക് തന്നതിന് നന്ദി അപ്പാ. ഈ കിടക്കാൻ ചെറിയ സ്ഥലമേ ഉള്ളൂ, ധനികന് 2 നില വീട്. അവൻ അല്ലെങ്കിലും അങ്ങനെ അവൻ അല്ലല്ല, ചെറിയ കിടക്കാൻ 6 അടി സ്ഥലമേ ഉള്ളൂ. ദൈവമേ നന്ദി, ഇത് തന്നല്ലോ, ഈ ഭക്ഷണം തന്നല്ലോ, ഈ രാത്രി കൂടി ആയുസ് തന്നല്ലോ. എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ലാസർ. ധനികന്റെ പേര് പോലും ഇല്ല, പക്ഷെ പാവപ്പെട്ട ദൈവത്തെ വിളിക്കുന്നവന്റെ പേര് വേദപുസ്തകം രേഖപ്പെടുത്തി വെച്ചു. 2 പേരും മരണപ്പെട്ടു. ലാസറും മരിച്ചു, ധനികനും മരിച്ചു. ധനികൻ മരണപ്പെട്ട് നോക്കുമ്പോൾ, മരണപ്പെട്ടവന്റെ ആത്മാവ് പാതാളത്തിൽ കഷ്ടത അനുഭവിക്കുമ്പോൾ, തീച്ചൂളയിൽ കിടക്കുമ്പോൾ അവൻ പറയോ, അബ്രഹാം പിതാവേ, ദൈവമേ, ഒരിറ്റ് വെള്ളം എന്റെ നാവിൽ തൊടാൻ തരണേ. നോക്കിയപ്പോ തന്റെ വീടിന്റെ മുമ്പിൽ ദൈവത്തെ വിളിച്ച് കിടന്നവനും അബ്രഹാം പിതാവിന്റെ അടുക്കൽ അവിടെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്തിരിക്കുക. അവനെ വിടാമോ? അവനെ വിട്ടിട്ട് ഒരിറ്റ് വെള്ളം. അബ്രഹാം പിതാവ് പറയണം, അവിടത്തെ ദൈവത്തിന്റെ ശബ്ദം പറയുകയാണ്, അവിടെ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ടോ ഇവിടെ നിന്ന് ഒരാൾക്ക് അങ്ങോട്ടോ പോകാനുള്ള അനുമതിയില്ല. നമുക്കിടയിൽ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. ദൈവത്തിന് ഇടപെടാൻ നിങ്ങളുടെ ഒരു പ്രാർത്ഥന മതി, നിങ്ങളുടെ ഒരു നിലവിളി മതി, നിങ്ങളുടെ വിശ്വാസം മതി. ഇന്ന് പകലിൽ ദൈവത്തിന് ഇടപെടാൻ ഒരു വിടവില്ല. ദൈവത്തിന് നമ്മളും തമ്മിൽ ഒരു വിടവ് ഇന്ന് പകലിലില്ല.